ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കണ്ണൂരിൽ മരം കടപുഴകി വീണ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഇരിട്ടി വള്ളിയാട് ഗ്രൗണ്ടിലാണ് അപകടം ഉണ്ടായത്. ബേസ്ബോൾ പരിശീലനത്തിനിടയിലാണ് മരത്തണലിൽ വിശ്രമിച്ച കുട്ടികൾക്ക് മുകളിലേക്ക് മരം കടപുഴകിയത്. സജോ ദേവസ്യ ചെയ്യുന്നു. സജോ, കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഹാഷ്മി, ആശ്വാസകരമായ കാര്യം, കുട്ടികളുടെ പരിക്കൊന്നും ഗുരുതരമല്ല. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ണൂർ ഇരിട്ടിയിലെ വള്ളിയാട് ഗ്രൗണ്ടിൽ അവിടെ ബേസ്ബോളിന്റെ സംസ്ഥാന ടീമിന്റെ ഭാഗമായ വിദ്യാർത്ഥികളാണ് പരിശീലനത്തിന് വേണ്ടി അവിടെ എത്തിയത്. വലിയൊരു മരം ആ ഗ്രൗണ്ടിന്റെ തന്നെ ഭാഗമാണ്. മത്സരത്തിനിടെ ഈ കുട്ടികൾ ഏതാണ്ട് ഒരു 5 കുട്ടികൾ ഈ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് മരം കടപുഴകി വീണത്. പക്ഷെ ഈ മരം അവിടെ തന്നെ മരത്തിനോട് ചേർന്ന് തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നു. അതിന് മുകളിലേക്കാണ് വീണത്. അത് വലിയൊരു അപകടം, വലിയൊരു ദുരന്തം ഒഴിവാക്കുന്നതിന് കാരണമായി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയണം. കുട്ടികൾക്ക് ശിഖരവും മറ്റും തട്ടി ആണ് പരിക്കേറ്റത്. 5 വിദ്യാർത്ഥിനികൾക്കാണ് പരിക്കേറ്റത്. മുണ്ടയാമ്പറമ്പ് സ്വദേശികളായ ആന്റൺ, അനഘ, മട്ടന്നൂർ സ്വദേശികളായ കൗശിക്, ശ്രാവൺ, കൈലാസ് എന്നിവർക്കാണ് മരത്തിന്റെ ശിഖരങ്ങൾ തട്ടി പരിക്കേറ്റത്. ഇവർ ഉടൻ തന്നെ ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. അപ്പോൾ അപകടം ഉണ്ടായതിന് പിന്നാലെ ഫയർഫോഴ്സ് സേനാംഗങ്ങളൊക്കെ സ്ഥലത്തെത്തി. പക്ഷേ ഏതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്ന് തന്നെ കുട്ടികളെ വളരെ വേഗത്തിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. അവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട്. മരത്തിന്റെ തൊട്ടരികിൽ തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കാരണം ആ വാഹനത്തിന് മുകളിലേക്കാണ് മരം വീണത്. അത് കാരണം കുട്ടികളുടെ ദേഹത്തേക്ക് വീണില്ല. വലിയ ഭാഗ്യം. കാര്യം അത് അത്യാവശ്യം വലിയ മരമാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാവുന്നില്ല, എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടായേക്കാവുന്ന ഒരു മരമായിരുന്നു അത് കടവഴി വീണ്. ഭാഗ്യം കുട്ടികൾക്ക് പരിക്കാർക്കും ഏതെങ്കിലും തരത്തിൽ നിസ്സാര പരിക്കുകളേ ഉള്ളൂ. ഒരു വണ്ടി രക്ഷയായി എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ കടപുഴകാൻ വേണ്ടി നിൽക്കുന്ന മരങ്ങളിലൊരു ശ്രദ്ധ എപ്പോഴും നല്ലതാണ്.